നമസ്കാരം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം വലിയ ശക്തമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം ഉയർത്തി കാണിക്കാമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അങ്ങനെ അഴിമതി ആരോപണങ്ങളായിട്ട് പറയത്തക്ക അഴിമതി ആരോപണങ്ങൾ എന്ന് പറയാനും മാത്രമൊന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നു. അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നിലനിന്നില്ല എന്നുള്ളതാണ്. കോടതിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അവസാനം കോടതിയിൽ പോയി. നമുക്കറിയാം, നമ്മുടെ മാത്യു കുഴൽനാടൻ അദ്ദേഹമൊക്കെ സുപ്രീം കോടതി വരെ കേസുമായിട്ട് പോയിട്ടും പ്രത്യേകിച്ച് നടപടികളൊന്നും ആകാതെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് ഈ പറയുന്ന പോലെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആർക്കൊക്കെയോ എന്തിനൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ED അന്വേഷണം പോലെയുള്ള ചില സാധനങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നടന്നതിനപ്പുറം. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു വമ്പൻ അഴിമതിയാണ് പുറത്തേക്ക് വന്നത്. വമ്പൻ അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത, അതിനകത്ത് ഇങ്ങനെയൊരു അഴിമതിയുടെ കണികയുണ്ടെന്ന് പോലും സംശയിക്കാൻ സാധ്യതയില്ലാത്ത വി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ശുദ്ധനായ ഒരു മന്ത്രി, കായിക വകുപ്പ് മന്ത്രിയുടെ പേരിലുണ്ടായിരുന്ന ഒരു അഴിമതി. സാധാരണഗതിയിൽ കായിക വകുപ്പിൽ എന്ത് അഴിമതി കാണിക്കാനാണ് എന്നെല്ലാവരും ആലോചിക്കും. കാര്യം നമ്മുടെ കേരളത്തിന് കായികമായി വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കായിക മന്ത്രി അല്ലെങ്കിൽ കായിക വകുപ്പിന് എന്ത് ആണ് അഴിമതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ അങ്ങനെ അഴിമതി എങ്ങനെ നടത്തും എന്നാലോചിച്ചുകൊണ്ട് ഒരുപക്ഷെ കായിക മന്ത്രിയും കൂട്ടുകാരുമൊക്കെ കൂട്ടരും ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും പെട്ടെന്ന് അവരുടെ തലയിലൂടെ ഫ്ലാഷ് ചെയ്ത ഒരു ഐഡിയയാണ് മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരിക. അത് ഭയങ്കര സംഭവമായിരിക്കും. കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഫുട്ബോൾ ടീമാണ് അർജൻറ്റീന. അവിടെ മെസ്സിക്ക് അതിനേക്കാൾ കൂടുതൽ ഫാൻസ് ഒരുപക്ഷെ മെസ്സിക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ അതായത് ഫുട്ബോളിൻ്റെ ആവേശം നിറഞ്ഞു നിൽക്കാത്ത പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ പോലും മെസ്സിയെ അറിയാം. കൊച്ചു കുട്ടികൾക്ക് പോലും മെസ്സിയോട് ഭയങ്കര ആരാധനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വിപ്ലവകരമായ ഒരു വലിയ ഒരു സംഭവമായിരിക്കും. അത് തൻ്റെ കിരീടത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊൻ തൂവലായിരിക്കും എന്നൊക്കെ അബ്ദുറഹിമാൻ അങ്ങ് തോന്നിപ്പോയി. അങ്ങനെ അബ്ദുറഹിമാൻ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അർജൻറ്റീന ടീമിന് മെയിൽ ഞങ്ങൾ അയക്കുന്നു. അതായത് കേരളത്തിലേക്ക് വരണം, കേരളത്തിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം 2 കളി ഇവിടെ ഉണ്ടാവണം, ഞാൻ കലൂർ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും, അവിടെ 2 മാച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാച്ചിന് ഏകദേശം $7.5 മില്യൺ, $7.5 മില്യൺ നൽകാം എന്നുള്ളതായിരുന്നു അവരോട് പറഞ്ഞിരുന്ന ഒരു ഓഫർ. ഓരോ കളിക്കും ടോട്ടൽ നോക്കുമ്പോൾ ഒരു $15 മില്യൺ ആയിട്ട് വരും. എന്നാൽ അതേസമയം രേഖകളിൽ വരുത്തിയ മാറ്റം അനുസരിച്ച് ആദ്യം 7.5 എന്ന് പറഞ്ഞു, പിന്നീട് അത് 15 എന്നാക്കി. എന്ന് വെച്ചാൽ ടോട്ടൽ കണക്കാക്കി വരുമ്പോൾ $30 മില്യൺ ഇവർക്ക് പ്രതിഫലം എന്നുള്ള നിലയിലേക്ക് ഫിക്സ് ചെയ്ത് ഏകദേശം തീരുമാനമായി. അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓടിപ്പിടിച്ചുള്ള ചില യോഗങ്ങൾ നടന്നു. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും തെരഞ്ഞെടുപ്പിനകത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ഇത് വലിയ തോതിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാവരും കരുതി മെസ്സിയൊക്കെ വന്നു, അർജൻറ്റീന ടീം നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊരു വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭവമായി മാറും എന്നൊരു പക്ഷേ അബ്ദുറഹിമാനും കരുതിയിട്ടുണ്ടാകും, പിണറായി വിജയനും കരുതിയിട്ടുണ്ടാകും, ബാക്കിയുള്ള മന്ത്രിമാരെല്ലാവരും കരുതിയിട്ടുമുണ്ടാകും. എന്നാൽ ഇപ്പോൾ വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടന്നപ്പോഴാണ് സംഭവത്തിൻ്റെ യഥാർത്ഥ കള്ളി വെളിച്ചത്താവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ അങ്ങോട്ട് അയച്ചു എന്നുള്ളതല്ലാതെ, അതായത് അർജൻറ്റീന ടീമിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷന് ഈ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ വരെ വരണം, ഞങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇവിടെ 2 മാച്ച് കളിക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിപ്ലൈ പോലും, അതായത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ തീർച്ചയായിട്ടും അബ്ദുറഹിമാന് ഒരു കത്ത് അയക്കേണ്ടതാണ്, ഒരു മെയിൽ അയക്കേണ്ടതാണ്. ശരി, ഞങ്ങൾ വരുന്നു, ഇതാണ്ട് ഇപ്പോൾ എത്തുവേ എന്ന് പറഞ്ഞുകൊണ്ടൊരു മെയിൽ വരേണ്ടതാണ്. അങ്ങനെ ഒരു മെയിൽ വന്നതായി ഒരു രേഖകളിലുമില്ല. ഇനി കൈതട്ടി ഡിലീറ്റ് ആയിപ്പോയെന്ന് അങ്ങോട്ട് കരുതുക. എന്നാലും അത് പാടുള്ള കാര്യമാണോ? അത് റിക്കവർ ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം തന്നെയല്ലേ മെയിലൊക്കെ ആകുമ്പോൾ ത്രാഷിനകത്തൊക്കെ സേവ് ആവും. അപ്പോൾ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം ഡിലീറ്റ് ആയിട്ടുമില്ല. ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഇതാ മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും ഞങ്ങൾ കേരളത്തിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ റിപ്ലൈ പോലും വന്നിട്ടില്ല. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു റിപ്ലൈ വരാത്ത മെയിലും പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഇവിടെ മെസ്സി ഇപ്പോൾ ദാ ഇവിടെ വരും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലൂർ സ്റ്റേഡിയം നവീകരിക്കണം,
കലൂർ സ്റ്റേഡിയം നവീകരിക്കണം. കലൂർ സ്റ്റേഡിയം നവീകരിക്കുമ്പോൾ ഒരു സ്പോൺസർ വരണം. അപ്പോൾ സ്പോൺസറിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ ടെൻഡറൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് ഇതിൽ. എന്നാൽ ഈ ടെൻഡർ നടപടികളൊന്നുമില്ല, ഒരു ടെൻഡർ നടപടികൾ പോലും ഇല്ലാതെ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാൾ, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ അവിടേക്ക് എത്തുന്നു. ആൻഡോ അഗസ്റ്റിൻ അതിൻ്റെ MD ആണ്. അപ്പോൾ അദ്ദേഹം വരുന്നു, അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഞാൻ കലൂർ സ്റ്റേഡിയം നന്നാക്കാം, അതിനെ നവീകരിക്കാം, അതിനെ കൈമാറ്റം ചെയ്യണം. അപ്പോൾ യാതൊരു കരാറുകളോ ഒന്നും ഇല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഈ പറയുന്ന കലൂർ സ്റ്റേഡിയം ഇദ്ദേഹത്തിനായി, അതായത് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായ അദ്ദേഹത്തിന് കൈമാറ്റം നടത്തുന്നു. ആര്? നമ്മുടെ സർക്കാർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 126 കോടി രൂപ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡിൻ്റെ MD അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. അതായത് 126 കോടി രൂപ നൽകി കഴിഞ്ഞിരിക്കുന്നു. കാര്യം എന്താ? പരിപാടി നടക്കാൻ പോവുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഒരു കരാറ് വന്നിട്ടില്ല, യാതൊരു രേഖകളുമില്ല. അർജന്റീന ടീം ഇവിടേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇനിയും അർജന്റീനയിലെ മെസ്സിയോ ആരും ഇവിടെ വരുമെന്ന് യാതൊരു അറിയിപ്പോ യാതൊരു മെയിലോ ഒരു രേഖകളുമില്ലാതെയാണ് ഇമ്മാതിരി ഒരു അഴിമതി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമ്മുടെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ഇനി ഇതിനേക്കാൾ ഗുരുതരമായൊരു പ്രശ്നം വേറെ കിടക്കുകയാണ്. അതായത് ഇതിനകത്ത് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും. അതായത് എന്തൊക്കെയാണ്? ഈ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ കൊടുത്തു. അപ്പോൾ വിദേശ നാണ്യ വിനിമയ ചട്ടമുണ്ട്. അപ്പോൾ വിദേശ നാണ്യ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? നമ്മുടെ ഇതിൻ്റെ സ്പോൺസറായിട്ടുള്ള വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ 126 കോടി അർജന്റീനയുമായി കൈമാറ്റം ചെയ്തതിന്. ഇനി അതല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും ഇതിൻ്റെ പിന്നാലെ തന്നെ വരും എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ കേരളക്കാരെയെല്ലാം പൊട്ടന്മാരും മണ്ടന്മാരും വിവരദോഷികളുമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കായിക വകുപ്പ് നടത്തിയിട്ടുള്ള ചില പരിശ്രമങ്ങളാണ് സത്യത്തിൽ ഇപ്പം മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഇതിനെ പങ്ക് പറ്റിയിട്ടുണ്ടെന്നോ, ഇത് എത്ര കോടി രൂപയുടെ വലിയ ഒരു അഴിമതിയാണെന്നോ, ഇതിൻ്റെ തോത് എത്രത്തോളം വലുതാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം നിലവിലത്തെ കണക്കുകൾ പ്രകാരം 126 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ കണക്ക് പ്രകാരം ഇപ്പോൾ തന്നെ ഏകദേശം 126 കോടിയുടെ അഴിമതി ഇതാ ഇവിടെ കേരളത്തിൽ നടന്നു എന്നങ്ങ് പറയേണ്ടി വരും. 126 കോടി രൂപയുടെ അഴിമതി ഇതാ ഇപ്പം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ആർക്ക് സംഭവിച്ചു? അല്ലെങ്കിൽ എന്തിനാണ് കലൂർ സ്റ്റേഡിയം എന്തിന് കൈമാറ്റം ചെയ്തു? യാതൊരു നിബന്ധനകളും നിയമപരമായ എല്ലാ നൂലാമാലകളെയും ഒഴിവാക്കിക്കൊണ്ട് എന്തിനാണ് കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ വിട്ട് നൽകിയത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട്. എന്തിനായിരുന്നു? അപ്പോൾ അവിടെ എന്തോ സ്വാർത്ഥ ലാഭം ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം മറിച്ചു വരും. അതിനകത്ത് എത്ര കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള മറ്റൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എന്തായാലും കായിക വകുപ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വരാൻ ഇടയില്ല.